Hello dear children, welcome to Kids Area Online. Class 2 Mathematics exam കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവോ? കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ ഡിസംബർ 29 തിങ്കൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത്. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും വൈകിട്ട് 1 അവർ ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതിനുള്ള ക്ലാസ് നൽകുന്നുണ്ട്. അതിന്റെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ബാച്ച് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ചിൽ അഡ്മിഷൻ എടുക്കാം. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ ഏത് ക്ലാസ് ആണോ ആവശ്യം അത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബുക്ക് ഫെയർ. A book fair is going on at school. Find out how much money did each student bring to buy books. നോക്കാം. ജിൻസി എത്ര രൂപയാണ്? ജിൻസിക്ക് എത്ര രൂപ ചെലവായി? ഇവിടെ 50 rupees, ഇവിടെ 5, 2, 1, ടോട്ടൽ 58. അങ്ങനെയാണെങ്കിൽ ആദിത്യക്ക് എത്ര രൂപ ചെലവായി? 50 plus 10, 60 plus 10, 70. ഇവിടെ 71 എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവിടെ 70 ഉള്ളു. അപ്പൊ കോയിൻ എത്രയാ വേണ്ടത്? 1 റുപ്പിയുടെ കോയിൻ ആണ് ഇവിടെ വേണ്ടത്. വിപിൻ 20 plus 20, 40, 42, 44, 45. വിപിന്റെ ടോട്ടൽ എത്രയാണ്? എമൗണ്ട് 45. അബ്ദു 50, 55, 60, 61. നിമ 20 plus 10, 30 plus 10, 40 plus 10, 50. ഇവിടെ 53 ഉണ്ട്. അപ്പോൾ ഇവിടെ 50 ഉള്ളൂ. ഇനി 3 രൂപ വേണം. 3 രൂപയുടെ കോയിൻ ഇല്ല. അപ്പോൾ എത്ര രൂപയുടെ കോയിൻ ഉണ്ട്? 2 റുപ്പിയുടെ കോയിൻ ഉണ്ട്, 1 റുപ്പിയുടെ കോയിൻ ഉണ്ട്. അപ്പോൾ എത്രയായി? 53. Write the amount of money from the largest to the smallest. വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? 71. അടുത്ത വലുത് ഏതാണ്? 61. അത് കഴിഞ്ഞാൽ വലുത് ഏതാ? 58. ഇനിയുള്ളതിൽ വലുത് ഏതാ? 53. ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ, 45. Who brought more money? ആർക്കാണ് കൂടുതൽ മണി കിട്ടിയേ? ആർക്കാ? 71 ആരാ? ആദിത്യ. ആരാണ്? ആദിത്യ. How many more rupees did Jinsi bring than Nima? നിമയെക്കാളും എത്ര രൂപ കൂടുതലാണ് ജിൻസിക്ക് കിട്ടിയത്? ജിൻസിക്ക് 58, നിമയ്ക്ക് 53. അപ്പൊ എത്ര രൂപ കൂടുതൽ കിട്ടി? 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആക്ടിവിറ്റി 2, ഹു ഈസ് ദ നെക്സ്റ്റ്? നെക്സ്റ്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. 110, 120, 130. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 140, 150 അങ്ങനെ പോകും. 25, 23, 21. രണ്ട് വീതം കുറച്ച് പോയിരിക്കുക. ഇവിടെ 10 കൂട്ടി പോയി. ഇവിടെ രണ്ട് വീതം കുറച്ച് പോവുക. 21 കഴിഞ്ഞാൽ 2 കുറയ്ക്കുമ്പോൾ എത്രയാ? 19. വീണ്ടും 2 കുറയ്ക്കുമ്പോൾ 17. അങ്ങനെ പോകും. നമ്മുടെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ടോ? 3 plus 3, 6. 6 plus 3, 9. 9നോട് 3 കൂട്ടുമ്പോൾ എത്രയാ? 9നോട് 3 കൂട്ടുമ്പോൾ 10, 11, 12. 12നോട് 3 കൂട്ടുമ്പോൾ 12 കഴിഞ്ഞാൽ 13, 14, 15. ഓക്കെ, 3 വീതം കൂട്ടി പോണം. അതാണ് സി ക്വസ്റ്റ്യൻ. ഡി ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ 85. 5 കൂട്ടുമ്പോൾ 90. 90യോട് 5 കൂട്ടുമ്പോൾ 95. 95യോട് 5 കൂട്ടുമ്പോൾ 100. 100നോട് 5 കൂട്ടുമ്പോൾ 105. ഓക്കെ, ഇനി മേക്ക് എ പാറ്റേൺ ഉണ്ടാക്കാനാ. 10, 20, 30, 40, 50 ഇങ്ങനെ പാറ്റേൺ ഉണ്ടാക്കാം. 5, 10, 15, 20, 25,
13, 30 അങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ 2, 4, 6, 8, 10, 1, 3, 5, 7, 9 ഇതുപോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പാറ്റേൺ ഉണ്ടാക്കാം. ആക്ടിവിറ്റി 3, നമ്പർ ഇൻ ഡിഫറെന്റ് വേസ്. 100 നിങ്ങൾ പല രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ എന്താ വരിക, 50 + 50 100. 3 സംഖ്യ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ അതിനെ 100 ആക്കിയാൽ മതി. ഇപ്പോൾ 50 + 30 + 20 ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക. നമ്പർ ഇൻ ഡിഫറെന്റ് വേസ്. നമ്പർ 100 എന്ന സംഖ്യ പല രീതിയിൽ എഴുതുക എന്നുള്ളത്. ഇപ്പോൾ 90 + 1 എഴുതാം, 90 + 10 എഴുതാം, 99 + 1 എഴുതാം. ഓരോ കുട്ടികളും ഓരോ രീതിയിൽ 100 ആൻസർ കിട്ടുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. നെക്സ്റ്റ്, children took tokens to ride the toy train in the park. Draw and match the tokens to the correct bogies. ഓരോരുത്തർക്കും ഈ ടോയ് ട്രെയിൻ ആണ്, ഓരോരുത്തർക്കും ഇരിക്കേണ്ട നമ്പർ ആണ് അവരുടെ കയ്യിലുള്ളത്. ആ ബോഗിയിലാണ് ഇവർ ഇരിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവർ ഏത് ബോഗിയിലാണ് ഇരിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് 75 - 10. 75 - 10 ഏതാ, 65. അപ്പോൾ 65 ആർക്കാണ് കിട്ടിയത് ഇവിടെ. അപ്പോൾ ഈ കുട്ടി എവിടെ ഇരിക്കണം, ഈ ബോഗിയിൽ പോയി ഇരിക്കണം. 675 - 10 എന്ന ബോഗിയിൽ ഇരിക്കണം. 41 + 46 87. 87 ആരാണ്, ഇവിടെ. അപ്പോൾ ഈ 87 കിട്ടിയ കുട്ടി ഏത് ബോഗിയിൽ ഇരിക്കണം, ഈ ബോഗിയിൽ ഇരിക്കണം. 50 - 12 38. 38 കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും, ഇല്ല. അപ്പോൾ ആ ബോഗിയിൽ ആളില്ല. അടുത്ത് നോക്കാം. 10 + 19 29. 29 ഉണ്ടോ, യെസ്. അപ്പോൾ ഈ കുട്ടി 10 + 19 എന്ന ബോഗിയിൽ പോയി ഇരിക്കണം. അടുത്തത് 87 + 5. 87 + 5 92. 92 ഉള്ള ഏതെങ്കിലും കുട്ടിയുണ്ടോ, ഇല്ല. അപ്പോൾ ആ ബോഗിയിൽ ആളില്ല. 25 + 17 42. യെസ്. അപ്പോൾ ഈ കുട്ടി എവിടെ ഇരിക്കും, ഈ 25 + 17 എന്ന ബോഗിയിൽ ഇരിക്കും. ഓക്കെ. 32 - 14 18. 18 കിട്ടിയ കുട്ടി ഈ ബോഗിയിൽ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ മാച്ച് ചെയ്യാനായിരുന്നു അടുത്ത 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം നോക്കാം. The children came back from the park. Then they ate food items from the bakery. Price list, item price: cutlet 20 rupees, puffs 25 rupees, meat roll 40 rupees, lime juice 15 rupees, orange juice 50 rupees, milkshake 60 rupees. Diya bought an orange juice and a cutlet. How much is the total? അപ്പോൾ ദിയ മേടിച്ചത് എന്തായിരുന്നു, ഓറഞ്ച് ജ്യൂസും മേടിച്ചു. പിന്നെ എന്താ മേടിച്ചേ, കട്ട്ലറ്റ് മേടിച്ചു. ഓറഞ്ച് ജ്യൂസും കട്ട്ലറ്റും. ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ? ടോട്ടൽ എത്രയായി എന്നാണ് ചോദിക്കുന്നത്. 50 + 20. ആൻസർ എന്താ, 70. ഓക്കെ, 70 ആണ് ആൻസർ. 2ാമത്തെ ചോദ്യം. ഫഹീം spent 100 rupees for buying 2 items. What did he buy? 100 രൂപയ്ക്കാണ് ഫഹീം 2 ഐറ്റം വാങ്ങിച്ചത്. 100 രൂപ കൊടുത്ത് 2 ഐറ്റം വാങ്ങിച്ചു. ഏതൊക്കെ ഐറ്റം ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? ഏതൊക്കെയാ വാങ്ങാൻ പറ്റുക? 100 രൂപ കിട്ടുന്ന എന്തൊക്കെയുണ്ട്? ഇവിടെ മിൽക്ക് ഷേക്കിന് എത്ര രൂപയാണ്? 60 rupees. മീറ്റ് റോളിന് എത്ര രൂപയാണ്? 40 rupees. 60 + 40 ആകുമ്പോൾ എന്താ, 100 ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ ഐറ്റം വാങ്ങി നമുക്ക് എഴുതാം? മീറ്റ് റോൾ മേടിച്ചു, പിന്നെ എന്ത് മേടിച്ചു? മിൽക്ക് ഷേക്ക് മേടിച്ചു. ഓക്കെ. Nimmi bought a lime juice and a puffs and gave 50 rupees. How much is the balance? നിമ്മി എന്തൊക്കെ മേടിച്ചെന്നറിയാവോ? ലൈം ജ്യൂസ് മേടിച്ചു, 15 rupeesന്റെ ലൈം ജ്യൂസ് മേടിച്ചു. പഫ്സ് മേടിച്ചു, പഫ്സ് 25 rupees ആണ്. അപ്പോൾ എത്ര രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്? 40 rupees. അപ്പോൾ എത്ര രൂപ ബാലൻസ് കൊടുക്കണം? 10 rupees ആണ് ബാലൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ, 10 rupees. ഇവിടുത്തെ ആൻസർ 10 rupees, ഇവിടുത്തെ ആൻസർ മീറ്റ് റോൾ ആൻഡ് മിൽക്ക് ഷേക്ക്, ഇവിടുത്തെ ആൻസർ 70. അപ്പോൾ ഇതായിരുന്നു 2ാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. എക്സാം ഈസി ആയിരുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.